ഏപ്രിൽ 6 വിശുദ്ധ സെലസ്റ്റിൻ ഒന്നാമൻ മാർപ്പാപ്പ. റോമാ സാമ്രാജ്യത്തിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സഭ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യേശുവിനെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങളും പഠിപ്പിക്കലുകളും. മെത്രാന്മാരും വൈദികരും ഡീക്കന്മാരുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിശ്വാസസംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ തെറ്റായ പ്രബോധനങ്ങളെയാണ് പാഷാണ്ഡത എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിനു വേണ്ടി ധീരമായി പോരാടിയ മാർപ്പാപ്പയാണ് സെലസ്റ്റിൻ ഒന്നാമൻ. പാശ്ചാത്യ സഭയുടെ ഏറ്റവും പ്രശസ്തനായ വേദപാരഗതനായിരുന്ന ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു അദ്ദേഹം. സെൽസോ എന്നറിയപ്പെടുന്ന സെലസ്റ്റിൻ ഒന്നാമൻ ഇറ്റലിയിലെ കാമ്പാനിയയിലാണ് ജനിച്ചത്. പ്രസ്കസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അദ്ദേഹം വാലന്റൈൻ ചക്രവർത്തിയുടെ ബന്ധുവായിരുന്നുവെന്നും മിലാനിലെ വിശുദ്ധ അംബ്രോസിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്രിസ്തുവർഷം 416 ഇറ്റലിയിലെ റോമിൽ ഡീക്കനായി സെലസ്റ്റിൻ തൻ്റെ സഭാജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയും ജ്ഞാനവും സഭാസ്നേഹവും മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹത്തെ ആദരണീയനാക്കി. അദ്ദേഹത്തിൻ്റെ സമർപ്പണവും നേതൃത്വ ഗുണവും സഭയുടെ 43ാമത്തെ മാർപ്പാപ്പയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി. മാർപ്പാപ്പ എന്ന നിലയിൽ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും തെറ്റായ പ്രബോധനങ്ങളെ എതിർക്കുന്നതിനും വിശുദ്ധ സെലസ്റ്റിൻ നടത്തിയ പോരാട്ടങ്ങൾ സഭാചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസ പ്രബോധനങ്ങളിലെ തെറ്റുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മെത്രാന്മാർക്ക് കത്തെഴുതി. മരണാസന്നരായ പാപികൾ അനുതാപത്തോടെ പാപമോചനം ആവശ്യപ്പെട്ടാൽ അത് നിഷേധിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം വിയന്നയിലെയും നർബോണിലെയും മെത്രാന്മാരെ ഉപദേശിച്ചു. ഇതിനെതിരെയുള്ള അവരുടെ പഠനങ്ങളെക്കുറിച്ച് പാപ്പ അവർക്ക് താക്കീത് നൽകുകയും തൻ്റെ സ്വതസിദ്ധമായ നയചാതുരിയോടും സ്നേഹവാത്സല്യത്തോടും കൂടി അവർക്ക് എഴുതുകയും ചെയ്തു. ഉത്ഭവപാപവും ദൈവകൃപയുടെ ആവശ്യകതയും നിഷേധിക്കുന്ന പെലാജിയനിസത്തെ ചെറുക്കുന്നതിനായി ഓക്സറിലെ വിശുദ്ധ ജർമ്മനസിനെ അദ്ദേഹം ബ്രിട്ടനിലേക്ക് അയച്ചു. അർത്ഥ പെലാജിയനിസത്തിനെതിരെ അദ്ദേഹം ഒരു പുസ്തകവും എഴുതി. മനിക്കേയന്മാർ, ഡൊണാറ്റസ്റ്റുകൾ, നൊവാറ്റിയൻസ് എന്നിവരുൾപ്പെടെ പ്രചരിപ്പിക്കുന്ന മറ്റു പാഷാണ്ഡതകളെ സെലസ്റ്റിൻ മാർപ്പാപ്പ ശക്തമായി എതിർത്തു. പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഈ വെല്ലുവിളികളെ നേരിടുന്നതിനും ശരിയായ പഠനത്തെ ഉറപ്പിക്കുന്നതിനുമായി അദ്ദേഹം 430 റോമിൽ ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി. സഭയുടെ 3ാമത്തെ സാർവത്രിക സുനോദോസ് 431 അദ്ദേഹം എഫേസൂസിൽ വിളിച്ചുകൂട്ടുകയും അതിലേക്ക് പ്രതിനിധികളെ അയക്കുകയും ചെയ്തു. നെസ്റ്റോറിയൻ പാഷാണ്ഡതയുടെ കാരണക്കാരനായ കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പായ നെസ്റ്റോറിയനെ മാർപ്പാപ്പ സഭയിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കി. പുരോഹിതരുടെ വിശുദ്ധിക്ക് സെലസ്റ്റിൻ മാർപ്പാപ്പ വലിയ പ്രാധാന്യം നൽകി. പുരോഹിതന്മാർ ഭക്തിയിലും വിശ്വാസത്തിലും ഉയർന്ന നിലവാരം പുലർത്തുമെന്നാണ് ഉറപ്പാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. സാധാരണ വിശ്വാസികളെ നേരിട്ട് മെത്രാനാക്കുന്ന പതിവിനും ഒരു പ്രദേശത്തെ ജനങ്ങൾ നേരിട്ട് മെത്രാനെ തിരഞ്ഞെടുക്കുന്ന രീതിക്കും നിയന്ത്രണം കൊണ്ടുവന്നത് സെലസ്റ്റിൻ മാർപ്പാപ്പയാണ്. പുതിയ ജനസമൂഹങ്ങളിൽ വിശ്വാസം എത്തിക്കുന്നതിനും സെലസ്റ്റിൻ പാപ്പ ഉത്സാഹിച്ചു. വിശുദ്ധ പാട്രിക്കിനെ മെത്രാനാക്കി അയർലൻഡിലേക്ക് സുവിശേഷ പ്രചരണത്തിനായി അയച്ചതാണ് സെലസ്റ്റിൻ മാർപ്പാപ്പയുടെ അവസാനത്തെ ഔദ്യോഗിക കർത്തവ്യം. 10 വർഷം മാർപ്പാപ്പയായിരുന്ന ഈ വിശുദ്ധൻ 432 ഓഗസ്റ്റ് 1 ദൈവസന്നിധിയിലേക്ക് യാത്രയായി.